ഈ ഈത്തപ്പഴം ഭയങ്കര ഹെൽത്തി ആണെങ്കിലും എനിക്കെന്തോ ഇത് വെറുതെ തിന്നാൻ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഈത്തപ്പഴം തിന്നും, ഇതിൻ്റെ ഉള്ളിൽ ഈ കുരു കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിന്നൊരു ഹെൽത്തിയായ കുൽഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂസും കൂടെ ഒരു കപ്പ് പാലിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഇപ്പോൾ മാംഗോ സീസൺ ഇങ്ങനെ അവസാനിച്ച സ്ഥിതിക്ക് ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഒരു മൂത്ത മാങ്ങ കൊടുന്നതാണ്. അങ്ങനെ അതിനെ ഞാൻ അതിർപ്പത്തിൽ എടുത്ത് വെച്ചിട്ടൊന്ന് പഴുപ്പിച്ചതാണ്. അതും കൂടി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതാക്കുക. അത് നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര പറ്റൊന്നും വേണ്ടായിരുന്നു. ഞാനിവിടെ കറണ്ട് പോയപ്പോൾ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ആ കാര്യം മറന്ന്. അപ്പോൾ അത് നന്നായിട്ട് പറ്റി. പിന്നെ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പാലൊഴിച്ചൊക്കെ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ടൈമിൽ കയ്യിൽ കിട്ടിയ സ്റ്റിക്ക് ഇത്രയും ആയതുകൊണ്ട് അത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളെ ഹെൽത്തി കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിലെ മാംഗോ ഒക്കെ എഴുതി വെച്ചിട്ട് വിഷമിക്കുക. വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ അടുത്ത സീസണിൽ ഉണ്ടാക്കുക. അപ്പോൾ ഓക്കെ സെറ്റ് അല്ലേ?